നമസ്കാരം. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ പതനത്തെ സംബന്ധിച്ചുള്ള വിവിധ വാർത്തകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തത്വമേ ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. ഇപ്പോഴും ആ പതനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരോടൊപ്പമുള്ള കൗൺസിലർമാരും എം പിമാരും പലരും അവരെ വിട്ടൊഴിഞ്ഞ് അവരുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, അവർ ഈ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം അവർ തന്നെയായിരുന്നു, ഈ RG-കാർ പോലുള്ള ക്രൂരമായ സംഭവങ്ങളിൽ അവർ പ്രതികളെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത്, ബലാത്സംഗം ചെയ്തൊരു ഡോക്ടറെ കൊലപ്പെടുത്തിയ സംഭവമാണ് RG-കാർ എന്നുള്ളത് പ്രേക്ഷകരെ ഒന്നും കൂടി ഓർമ്മിക്കുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങളിൽ പ്രതികളെ സംരക്ഷിക്കുവാനാണ് അവർ ശ്രമിച്ചത് തുടങ്ങിയ ആരോപണങ്ങളെല്ലാം തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ, MP-മാർ തുടങ്ങി കൗൺസിലർമാർ വരെ ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മമതാ ബാനർജിയുടെ ഒരു പതനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പതനത്തിന് ആക്കം കൂട്ടുന്ന തരത്തിൽ കഴിഞ്ഞ 15 വർഷങ്ങളായി പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ സർക്കാർ നടത്തിപ്പോന്നിരുന്ന പല പദ്ധതികളും സുവേന്ദു അധികാരി പുനർപരിശോധിക്കുകയാണ്. സുവേന്ദു അധികാരിയുടെ സർക്കാർ പുനർപരിശോധിക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായ ചില പദ്ധതികൾ പരിശോധിക്കുമ്പോൾ അറിയുവാൻ സാധിക്കുന്ന വിവരങ്ങൾ വലിയ അഴിമതി, വമ്പൻ അഴിമതി, അതായത് ശതകോടികളുടെ അഴിമതി ഓരോ പദ്ധതികളിലും നടന്നിരുന്നു. അതിൻ്റെ എല്ലാം പിന്നിൽ തൃണമൂൽ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. ഒപ്പം തന്നെ പല പദ്ധതികളുടെയും അനധികൃതമായ ഗുണഭോക്താക്കളായി ബംഗ്ലാദേശികളും റോഹിംഗ്യമാരും ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി മമതാ ബാനർജിയുടെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതിയായി പുറത്തറിയപ്പെട്ടിരുന്ന ലക്ഷ്മികർ ബാൻധർ എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതായത് സംഗതി വേറൊന്നുമല്ല, സ്ത്രീകൾക്ക് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട സ്ത്രീകളാണെങ്കിൽ മാസം 1200 മുതൽ 1500 രൂപ വരെ അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതി അനുസരിച്ച്, സാധാരണ മറ്റ് പട്ടികജാതി പട്ടികവർഗത്തിൽ പെടാത്ത സ്ത്രീകൾക്ക് 1000 രൂപ പ്രതിമാസം ലഭിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു അദ്ദേഹം. അത് ലക്ഷക്കണക്കിന് ആളുകൾ അതിൽ ഗുണഭോക്താക്കളായി ഉണ്ടായിരുന്നു. ലക്ഷങ്ങളെന്നല്ല, ഒരു പക്ഷേ 1 കോടിക്കടുത്ത് ഗുണഭോക്താക്കൾ അതിനുണ്ടായിരുന്നു എന്നൊക്കെയായിരുന്നു മമതാ ബാനർജിയുടെ അവകാശവാദങ്ങൾ. കണക്ക് പ്രകാരം അത് ശരിയുമാണ്. പക്ഷേ സുവേന്ദു അധികാരിയുടെ സർക്കാർ ആ പദ്ധതി നിർത്തലാക്കാനൊന്നും പോകുന്നില്ല. ഞങ്ങൾ ആ തുക 3000-ആയി വർദ്ധിപ്പിക്കുവാൻ പോവുകയാണ് എന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പറഞ്ഞിരുന്നു. അതിനു വേണ്ടിയിട്ട് ഈ പദ്ധതികളുടെ കണക്കുകളൊന്ന് പുനഃപരിശോധിച്ചപ്പോൾ ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി ഉള്ള ആളുകളിൽ ഏതാണ്ട് 30 ലക്ഷത്തോളം ആൾക്കാർ അനധികൃത ഗുണഭോക്താക്കളാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതിൽ തന്നെ ഈ ഗുണഭോക്താക്കളിൽ പലരും തൃണമൂൽ കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഈ 30 ലക്ഷം പേരും തൃണമൂൽ കോൺഗ്രസ് നേതാക്കളാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ വിശദമായൊരു പരിശോധനയ്ക്ക് സുവേന്ദു അധികാരിയുടെ സർക്കാർ മുതിർന്നപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പുറത്തു കൊണ്ടുവന്ന കണക്ക് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കാരണം ബംഗ്ലാദേശികളും റോഹിംഗ്യകളും ഉൾപ്പെടെയുള്ള പലരും ഈ പദ്ധതിയുടെ ഗുണം അനുഭവിച്ചു പോന്നിരുന്നു അനധികൃതമായി. ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ ഒരു 10 വർഷങ്ങളോളമായി, ഏതാണ്ടൊരു ഓർമ്മ ശരിയാണെങ്കിൽ 6-7 വർഷം, ഏറിയാൽ 10 വർഷങ്ങളായി മാത്രമാണ് മമതാ ബാനർജിയുടെ സർക്കാർ 10 വർഷങ്ങളായി ഈ ഒരു പദ്ധതി നടപ്പിൽ വരുത്തിയിട്ട്. 10 വർഷങ്ങൾക്ക് മുമ്പാണ് നടപ്പിൽ വരുത്തിയെന്ന് ഒന്ന് ചിന്തിക്കുക. 10 വർഷങ്ങളോളമായി സ്ഥിരമായി എല്ലാ മാസവും 1000-ഓ 1200-ഓ 1500-ഓ രൂപ ഓരോ സ്ത്രീക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റോഹിംഗ്യകളുടെയും ബംഗ്ലാദേശികളുടെയും കുടുംബങ്ങളിൽ നിരവധി സ്ത്രീകളുണ്ടാകും. ഒരു കുടുംബത്തിന് തന്നെ ഒരു 3000 രൂപയൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ 30 ലക്ഷം പേരിൽ ഒരു 20 ലക്ഷം പേരെങ്കിലും ഇവരായിരുന്നു എന്നുള്ളൊരു കണക്കെടുക്കുക. എത്ര കോടി രൂപയായിരിക്കും അനധികൃതമായി ഒരു വോട്ട് ബാങ്ക്, അതും അനധികൃതമായി സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടി മമതാ ബാനർജി ചെലവാക്കിയത്. ജനങ്ങളുടെ പണമാണ്. ഇത് തന്നെ ഒരു അഴിമതി. പിന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ അനധികൃതമായി കൈപ്പറ്റിയ തുക, ഈ 1500 രൂപയും 1200 രൂപയും ഒക്കെ തൃണമൂൽ കോൺഗ്രസ്സിന് ഒരു വിഷയമാണോ എന്ന് ചോദിച്ചാൽ അവിടുത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ലോക്കൽ കൗൺസിലർമാർ ഇപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അനധികൃതമായി പണം കൈപ്പറ്റി എന്നുള്ള ആരോപണ വിധേയനായി അറസ്റ്റിലായൊരു തൃണമൂൽ കോൺഗ്രസ് കൗൺസിലുണ്ട്, റാക്കിബുൾ ഹുസൈൻ. അയാളെപ്പോലുള്ള കൗൺസിലർമാരുടെ പ്രധാന വരുമാന മാർഗ്ഗം ഇത്തരത്തിൽ അനധികൃതമായി വന്നു ചേരുന്ന പണവും പിന്നെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഗുണ്ടാപ്പിരിവ് നടത്തിയിട്ടുള്ള പണവും ഒക്കെയാണ്. ഇത്തരത്തിലുള്ള നിരവധി താഴേക്കിടയിലുള്ള ഈ കൗൺസിലർമാരെ പോലുള്ള നേതാക്കന്മാർ മുതൽ MP-മാർ വരെ, അതിലും പ്രത്യേകമായി അഭിഷേക് ബാനർജിയുടെ, മമതാ ബാനർജിയുടെ അനന്തരവനായ അഭിഷേക് ബാനർജിയുടെ കീഴിലുള്ള MP-മാർ വരെ നിരവധി പദ്ധതികളിൽ കൈയിട്ട് വാരി കോടിക്കണക്കിന് രൂപ പ്രതിമാസം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ മമതാ ബാനർജിയുടെ ഒരു പ്രതിച്ഛായയുണ്ട്. വെള്ള സാരി മാത്രമേ ഉടുക്കുകയുള്ളൂ, റബ്ബർ ചപ്പൽ മാത്രമേ ധരിക്കുകയുള്ളൂ, ഇപ്പോഴും 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു പഴയ വീട്ടിലാണ് അവർ താമസിക്കുന്നത്, ഒരു അഴിമതിയും അവർ നടത്തില്ല. ഈ ഒരു പ്രതിച്ഛായ ഉണ്ടല്ലോ, ഇത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ
കാപട്യം നിറഞ്ഞൊരു പ്രതിച്ഛായയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. കോൺഗ്രസ് ഭരണകാലത്ത് ഒരു പ്രതിരോധ മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. മലയാളിയാണ്. ആളെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത്രയും സൂചനകൾ കൊണ്ട് തന്നെ കൃത്യമായ ആളെ മനസ്സിലായി കാണും. അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രചരിക്കുന്ന ഒരു പ്രതിച്ഛായ എന്ന് പറയുന്നു, 1 രൂപയുടെ അഴിമതി അദ്ദേഹം നടത്തില്ല. സത്യമാണ്. അദ്ദേഹം സ്വന്തമായി കൈനീട്ടി 1 രൂപ പോലും വാങ്ങില്ല. പക്ഷേ അദ്ദേഹം പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പെയിൻറ്റിങ് സർക്കാർ സ്ഥാപനങ്ങൾ കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അതിന് മുൻപോ അതിന് ശേഷമോ അദ്ദേഹത്തിൻ്റെ പത്നി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പെയിൻറ്റിങ് എക്സിബിഷനോ അല്ലെങ്കിൽ പെയിൻറ്റിങ് വിൽപ്പനയോ, ഈ പിക്കാസോ നിലവാരത്തിൽ ഇല്ലെങ്കിൽ പോലും ഒരു MF ഹുസൈൻ നിലവാരത്തിൽ അത്തരത്തിലുള്ള കലാകാരന്മാർക്കാണല്ലോ, അവരുടെ ചിത്രങ്ങൾക്കാണല്ലോ ഈ കോടികൾ ലഭിക്കുന്നത്. അവരുടെ ഒരു ചിത്ര പ്രദർശനമോ ഈ ചിത്രങ്ങളുടെ ഒരു വിൽപ്പനയോ മറ്റും നടന്നതായിട്ട് ഒരിടത്തും വാർത്തകൾ വന്നിട്ടില്ല. അങ്ങനെയൊന്നും നടന്നിട്ടില്ല താനും. അപ്പോൾ ഈ ഒരു അഴിമതിയുടെ ഒരു പ്രവർത്തന രീതി ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ കൈനീട്ടിയൊന്നും വാങ്ങില്ല, ആ മേശയ്ക്കകത്തേക്ക് ഇട്ടേക്കൂ എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു രൂപമാണ് ഈ അഴിമതി. അതിൻ്റെ ഏറ്റവും വലിയൊരു രൂപമാണ് മമതാ ബാനർജിയുടെ സർക്കാരിൻ്റെ കാലത്ത് നടന്നുകൊണ്ടിരുന്നത്. അത്തരത്തിൽ ഒരു അഴിമതി മാത്രമാണ് ഈ ലക്ഷ്മീകർ ബന്ധർ പദ്ധതിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇനിയും പല പദ്ധതികളും പരിശോധന വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ലക്ഷം കോടികളുടെ അഴിമതികളാണ് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും മാത്രമായി യഥാക്രമം DMK സർക്കാരും തൃണമൂൽ കോൺഗ്രസ് സർക്കാരും ചെയ്തിരുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ ഒരു അഴിമതിയുടെ വ്യാപ്തി അറിയണമെങ്കിൽ ഇവരുടെ ഒന്നും സ്വത്ത് വിവരങ്ങൾ അന്വേഷിച്ചിട്ട് കാര്യമില്ല. കാരണം തമിഴ്നാട്ടിനെ സംബന്ധിച്ച് ഇതെല്ലാം വിദേശങ്ങളിലേക്ക് ഇതിനോടകം കടത്തിക്കഴിഞ്ഞു. ഈ പദ്ധതികളുടെ ഒരു ചിലവാക്കപ്പെട്ട എന്ന് പറയപ്പെടുന്ന കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള തുകകൾ മാത്രം പരിശോധിച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ ഗുണഭോക്താക്കളെ ഒന്ന് പരിശോധിച്ചാൽ മതി. കൃത്യമായിട്ട് എത്ര രൂപ, ഇപ്പോൾ 1000 കോടി രൂപ ഈ ലക്ഷ്മി ബന്ധർ പദ്ധതിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു വർഷം ചിലവാക്കി എന്ന് കരുതുക. അതിൻ്റെ ഗുണഭോക്താക്കളെ ഒന്ന് പരിശോധിച്ചാൽ 20 ലക്ഷം ബംഗ്ലാദേശികളും റോഹിംഗ്യകളും, ഞാനൊരു ഭാവന കണക്കാണ് ഈ പറയുന്നത്, 20 ലക്ഷം ബംഗ്ലാദേശികളും റോഹിംഗ്യമാരും, ബാക്കിയുള്ള 10 ലക്ഷം പേർ അനധികൃതമായിട്ട് ഈ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംവിധാനങ്ങൾക്കകത്തുൾപ്പെട്ട് ഈ പണം കൈപ്പറ്റുകയാണെങ്കിൽ എത്ര കോടി രൂപയായിരിക്കും ഈ 1000 കോടിയിൽ നിന്ന് മാറി തൃണമൂൽ കോൺഗ്രസിലേക്ക് ഒഴുകിയിട്ടുണ്ടാകുക? അതിൻ്റെ എത്ര ശതമാനം കമ്മീഷനായിരിക്കും അഭിഷേക് ബാനർജിയെ പോലുള്ളവർ കൈപ്പറ്റിയിട്ടുണ്ടാകുക? മമതാ ബാനർജി നേരിട്ട് കൈനീട്ടി 1 രൂപ പോലും വാങ്ങിയിട്ടില്ല എന്നുള്ളതിൻ്റെ പ്രസക്തി ഇവിടെ പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു വ്യക്തിയായിരുന്നു മമതാ ബാനർജി. ഒരു പഠിച്ച കള്ളി എന്ന് തന്നെ വേണമെങ്കിൽ പറയാമെന്നുള്ള തരത്തിലാണ്, അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അവരുടെ പതനം ഏതാണ്ട് പൂർണ്ണമാകുന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മമതാ ബാനർജിയുടെ പതനത്തെ സംബന്ധിച്ച് വ്യക്തമായി അറിയണമെങ്കിൽ പ്രേക്ഷകർ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, മറ്റൊന്നും അന്വേഷിക്കേണ്ട. കേരളത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് ഞങ്ങൾ, അല്ലെങ്കിൽ ഒരു സംഘടനയാണ്, സംവിധാനമാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്ന മീഡിയ വൺ പോലുള്ള ചാനലുകളിൽ അടുപ്പുകൂട്ടി ചർച്ചകളിൽ ഇപ്പോൾ ഒരു ദിവസം പോലും മമതാ ബാനർജിയുടെ പേര് ഉച്ചരിക്കപ്പെടാറില്ല. മുൻപ് അവർ കോട്ടിട്ടുകൊണ്ട് കോടതിയിൽ പോയി ഷോ കാണിച്ചാലും നടന്നാലും എഴുന്നേറ്റാലും മോദിയെ നോക്കിയാലും മോദിയെ നോക്കിയില്ലെങ്കിലും എല്ലാം ഒന്നിരാടം ദിവസമെങ്കിലും അവരുടെ പേര് ഒരിക്കലെങ്കിലും പരാമർശിക്കാതെ ഇത്തരത്തിലുള്ള ചാനലുകളുടെ അടുപ്പുകൂട്ടി ചർച്ചകൾ മുന്നോട്ട് പോകാറില്ലായിരുന്നു. ഇപ്പോൾ മമതാ ബാനർജിയെ കൊണ്ട് മോദിയെ എതിരിടുവാൻ സാധിക്കില്ല എന്ന ഉത്തമ ബോധ്യം വന്നതിന് ശേഷം ഒരു ദിവസം പോലും അവരുടെ പേര് ഈ ചാനലുകൾ ഉച്ചരിക്കാറില്ല. അതിൽ നിന്ന് തന്നെ വ്യക്തമാകും മമതാ ബാനർജിയുടെ പതനത്തിൻ്റെ ആഴവും അതിൻ്റെ തുടർച്ചയും. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്, പൂർണ്ണമായിട്ടില്ല. വരും ദിവസങ്ങളിൽ അത് പൂർണ്ണമാകുമെന്നുള്ള കാര്യത്തിനും തർക്കമൊന്നും വേണ്ട. തൃണമൂൽ കോൺഗ്രസ് ഏതാണ്ട് പൂർണ്ണമായി തകർന്നു കഴിഞ്ഞു. മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പര്യവസാനവും അധികം താമസിയാതെ തന്നെ ഉണ്ടാകും. പക്ഷേ അതിന് പശ്ചിമ ബംഗാൾ നൽകേണ്ടി വന്ന ഇത്തരത്തിലൊരവസ്ഥയിലേക്ക് മമതാ ബാനർജി എത്തിച്ചേരുന്നതിന് വേണ്ടി പശ്ചിമ ബംഗാൾ നൽകേണ്ടി വന്ന വില എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് പറയാതെ തരമില്ല. എന്തായാലും ഈ വാർത്തയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു വിശകലനത്തെക്കുറിച്ച് മമതാ ബാനർജിയുടെയും ഈ ഒരു അഴിമതി സംബന്ധമായിട്ട് രാഷ്ട്രീയ നേതാക്കളുടെ ഈ ഒരു പ്രതിച്ഛായ ഉണ്ടല്ലോ, നമ്മുടെ മുൻ പ്രതിരോധ മന്ത്രിയുടെ കാര്യം പറഞ്ഞായാലും മമതാ ബാനർജിയുടെ കാര്യം പറഞ്ഞായാലും അവർ അഴിമതി നടത്തുന്ന ഒരു രീതിയെക്കുറിച്ച് ഞാനൊരു അഭിപ്രായ പ്രകടനം നടത്തിയില്ല. അതേ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയുവാൻ തീർച്ചയായും താല്പര്യമുണ്ട്. ആ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.